മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന മിക്കവാറും വൈദികരുടെ ശ്രേഷ്ഠ ഗുരു ബഹുമാനപ്പെട്ട മന്ത്രി ഒരു വാക്ക് അനുശോചനം അറിയിക്കും. അതുകൊണ്ട് രാജ്യത്തിൽ അകാലമായിട്ടോ ദൗർഭാഗ്യകരമായിട്ടോ ഒന്നുമില്ല. ഏതൊരു ഗീതത്തിൻ്റെ പൂർത്തീകരണമായിട്ടാണ്, ഏതൊരു വിശ്വാസത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തലായിട്ടാണ് മരണം എന്നുള്ളതാണ്. തൻ്റെ അവസാന വേളയിൽ എൻ്റെ ജീവിത ദർശനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അക്ഷരങ്ങളോട് പാവപ്പെട്ടവരോടുള്ള അകമഴിഞ്ഞ തീരാനുകൾ അത് സാക്ഷ്യപ്പെടുത്താൻ കഴിഞ്ഞ അഭിനന്യ നോബൽ ദിവാൻജോസഫ് തിരുമേനിയുടെ ദേഹവിയോഗത്തിൽ കേരള സർക്കാരിൻ്റെ അകമഴിഞ്ഞ ദുഃഖം ഞാൻ രേഖപ്പെടുത്തുന്നു. സഭാവിശ്വാസികളുടെയും ബന്ധുപ്രാണികളുടെയും ദുഃഖത്തിൽ പങ്കുവച്ചു. അഭിനന്ദനായി ബഹുമാനപ്പെട്ട വൈദികന്മാരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അഭിനന്ദ പിതാവിൻ്റെ അകാലത്തിലുള്ള ഈ വേർപാടിൽ നാം എല്ലാവരും ദുഃഖിതരാണ്. യാതൊരു സംശയമില്ല. പിതാവിൻ്റെ വേർപാടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിപാലനയിലേക്ക് നമ്മുടെ ചിന്തകൾ നീങ്ങുന്നു. ദൈവം തനിക്കിഷ്ടമുള്ളവരെ തൻ്റെ ഭക്തരേക്ക് താൻ ഇഷ്ടപ്പെടുന്ന സമയത്ത് വിളിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തല്ല എന്നുള്ള കാര്യം നമുക്ക് അനുസ്മരിക്കാം. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഈ പരിപാലനത്തിന് മുൻപിൽ നമുക്ക് ശിരസ് വഹിക്കാം, അല്ലാതെ മറ്റൊന്നും നമുക്ക് ചെയ്യുവാനില്ല. ഈ അവസരത്തിൽ പിതാവിന് സ്വർഗഭാഗ്യം ലഭിക്കുന്നതിനായി നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ നമുക്ക് സമർപ്പിക്കാം. എൻ്റെ വിനീതമായ അഭിപ്രായത്തിൽ പിതാവ് ഇപ്പോൾ തന്നെ ദൈവത്തോടൊത്ത് അനന്തമായ സൗഭാഗ്യം അനുഭവിക്കുകയാണ് എന്ന് തന്നെയാണ് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത്. കാരണം പിതാവ് പുളിക്കൽ കമലാ കേന്ദ്രമാക്കി 24 പള്ളികൾ ഒന്നുചേർന്നുള്ള യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫെലോഷിപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ 2001 തോന്നുന്നു ക്രിസ്മസ് ദിനത്തിൽ അവിടെ വരികയും പിതാവ് സന്ദേശം നൽകുകയും ചെയ്തു. പിതാവിൻ്റെ ആ ഏറ്റവും അനുഗ്രഹപ്രദമായ വാക്കുകൾ ഞങ്ങൾ അനുസ്മരിക്കുകയാണ്. ഞങ്ങളോടുള്ള ആ സ്നേഹമാണ് അപ്രകാരം ചെയ്യുന്നതിന് പിതാവിനെ പ്രേരിപ്പിച്ചത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
അങ്ങനെ എല്ലാവരോടും സ്നേഹത്തോടും എല്ലാവരോടും കാരുണ്യത്തോടും കൂടി പ്രവർത്തിച്ച പിതാവിന് തീർച്ചയായും ദൈവത്തിന്റെ സ്നേഹവും കാരുണ്യവും ലഭിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഏറ്റവും തീവ്രമായ ദുഃഖത്തോടെയാണ് നാം എല്ലാവരും ഇവിടെ വള്ളിക്കാട്ടിലേറായി ഈ അവസരത്തിൽ വന്നെത്തിയിരിക്കുന്നത് എന്നെനിക്കറിയാം. കാരണം ചുരുങ്ങിയ സമയം കൊണ്ട് മലങ്കര സഭാ മക്കളുടെ പ്രത്യേകിച്ച് ഇടുക്കി ഭദ്രാസനത്തിലെ ജനങ്ങളുടെ ഹൃദയം കവർന്ന സ്നേഹസമ്പന്നനും സേവന സന്നദ്ധനുമായ ഒരു ആത്മീയ പിതാവ് ആകസ്മികമായി നമ്മിൽ നിന്ന് യാത്രയായതിന്റെ ദുഃഖമാണ് നമ്മയൊക്കെയും ഇപ്പോൾ ഉയർന്ന് നിൽക്കുന്നത്. തെളിഞ്ഞ് ശോഭിച്ചു നിന്ന ഒരു ദീപം പെട്ടെന്ന് അണയുന്ന ഒരു അനുഭവമാണ് തിരുമേനിയെ സംബന്ധിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ ഉയരുന്നത്. അദ്ദേഹം സെമിനാരിയിൽ വിദ്യാർത്ഥിയായി വന്ന സമയം മുതൽ അദ്ദേഹത്തിന്റെ ഇന്നലെ വരെയുള്ള അനുഭവത്തെ അടുത്തു നിന്നും ദൂരെ നിന്നും മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് വളരെ അഭിമാനത്തോടെ ദൈവസന്നിധിയിൽ കൃതജ്ഞതയോടെ ഈ ജീവിതത്തെ അനുസ്മരിക്കുവാൻ സാധിക്കും. തന്റെ വ്യക്തിമുദ്ര നമ്മുടെ സഭയുടെ പല രംഗങ്ങളിലും വ്യക്തമായി പതിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു അതിശ്രേഷ്ഠനായ വൈദികനാണ് നമ്മിൽ നിന്ന് കടന്നുപോയിരിക്കുന്നത്. രണ്ട് പിതാക്കന്മാരുടെ രോഗാവസ്ഥയിൽ അവരെ പരിചരിച്ച് അവരെ ശുശ്രൂഷിച്ച് അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുവാനുള്ള ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായി. അഭിമന്യനായ ഈവാനിയോസിന് വേദിക്ക് ക്യാൻസർ ആയിരുന്ന സമയത്ത് അദ്ദേഹത്തെയും കൊണ്ട് അടയാറിലേക്ക് പോകുവാൻ ഞാനും ഉണ്ടായിരുന്നു. ബിനോയ് അച്ഛൻ ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. അവിടെ എത്തിയതിനു ശേഷം ഉണ്ടായ അദ്ദേഹത്തിന്റെ ചികിത്സാ സമയത്തും തുടർന്നുള്ള അവസരങ്ങളിലെല്ലാം എങ്ങനെ വിശ്വസ്തയോടെ ശ്രദ്ധയോടെ ജാഗ്രതയോടെ പരിചരിക്കണം എന്നുള്ളതിന്റെ ഉത്തമ ദൃഷ്ടാന്തമായിരുന്നു. ഇന്ന് അഭിമന്യനായ യുവാനിയോസിനെ ആശുപത്രിയിൽ അഡ്മിറ്റഡാണ്. അദ്ദേഹത്തിന് വരാൻ ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ടാണ്. കാരണം അത്രമാത്രം ഈ തിരുമേനിയോട് അദ്ദേഹത്തിന് കടപ്പാടുണ്ട് എന്നുള്ളത് ഈ സമയത്ത് ഓർക്കുന്നു. രണ്ടാമത് അദ്ദേഹം പരിചരിച്ചത് മലങ്കര സഭയുടെ പുണ്യശ്ലോകനായ മാത്യൂസ് പ്രഥമൻ കാതോലിക്ക ബാബായെയാണ്. അദ്ദേഹം ദീർഘനാൾ അവശനായി കഴിഞ്ഞ സമയത്ത് ഒരു സ്വന്തം മകനെ പോലെ ഏറ്റവും അടുത്തു നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും സൂക്ഷ്മതയോടും ശ്രദ്ധയോടും പരിചരിച്ച് അദ്ദേഹത്തിന്റെ സുഖാന്വേഷണങ്ങളെല്ലാം ശരിയായി നിർവഹിച്ച ഒരാൾ. ഇങ്ങനെ രണ്ട് പിതാക്കന്മാരുടെ രോഗാവസ്ഥയിൽ അടുത്തു നിന്ന് പരിചരിക്കുവാനും ശുശ്രൂഷിക്കുവാനും അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുവാനും അവസരം ലഭിച്ച ഒരാളാണ്. അതിൽ കൂടി തന്റെ സേവന സന്നദ്ധത, അദ്ദേഹത്തിന്റെ സേവന കഴിവ് വെളിപ്പെടുത്തുവാൻ ഇടയായിട്ടുള്ള ഒരാളായിട്ടാണ് ഞാൻ ഓർക്കുന്നത്. മാത്രമല്ല, ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കുന്നത് ഉത്തമനും പ്രാപ്തനുമായ ഒരു കാര്യവിചാരകനായിട്ടാണ്. അതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഈ വള്ളിക്കാട്ടിലേറ ഗീവർഗീസ് പ്രഥമൻ കാതോലിക്ക ബാബ സ്ഥാപിച്ചതും അദ്ദേഹത്തിന്റെ കബറിടം സ്ഥിതി ചെയ്യുന്നതാണെങ്കിലും ഇന്നിവിടെ ഉള്ളതെല്ലാം തന്നെ ഈ പിതാവിന്റെ സ്മാരകമായിട്ടാണ് ഞാൻ കാണുന്നത്. സ്മാരകം എന്ന് പറയുന്നത് സ്മരിക്കുവാൻ ഉതകുന്നതെന്നോ അതാണ്. ഇവിടെയുള്ള ഓരോ കാര്യവും ഈ പിതാവിന്റെ സ്മരണ ഉയർത്തുവാൻ തക്കവണ്ണം പര്യാപ്തമായിട്ടുള്ളതാണ്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഇവിടെയുള്ള ഒരു മെഴുകുതിരിക്കാരിൽ നോക്കിയാൽ പോലും ആ ഔഗൻ ടച്ച്, അദ്ദേഹത്തിന്റെ പ്രത്യേകമായിരിക്കുന്ന ശ്രദ്ധയും സൂക്ഷ്മതയും ആ കാര്യത്തിലെല്ലാം പതിയുവാൻ തക്കവണ്ണം ഇത്രമാത്രം കാര്യവിചാരകത്വത്തിന്റെ ആ പൂർണ്ണമായ അർത്ഥത്തിൽ നിർവഹിക്കുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളായിട്ടാണ് ഈ പിതാവിനെ മലങ്കര സഭയ്ക്ക് ഓർക്കുവാനായിട്ടുള്ളത്. ആരും അറിയാതെ ആരാരും അറിയപ്പെടാതെ അവഗണിക്കപ്പെട്ട് കിടന്നിരുന്ന ഈ സ്ഥലം ഇന്ന് മലങ്കര സഭയുടെ വലിയ പുണ്യ കേന്ദ്രമായി, ഒരു തീർത്ഥാടക കേന്ദ്രമായി വളർത്തിയെടുക്കുവാൻ തക്കവണ്ണം സാധിച്ചത് ഈ പിതാവിന്റെ ഒറ്റ ഒരാളുടെ നേതൃത്വത്തിന്റെ ആ മഹത്വം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇന്ന് പരിമല പെരുന്നാൾ കഴിഞ്ഞാൽ ഇത്രയധികം വൈദികരും അതുപോലെ തന്നെ വിശ്വാസികളും സമ്മതിക്കുന്ന മറ്റൊരു ഓർമ്മ പെരുന്നാൾ നമ്മുടെ സഭയിൽ ഇല്ല എന്നുള്ളത് ഒരു സാക്ഷ്യമാണ്. അതിനെല്ലാം കാരണം ഇവിടെ ഇരുന്നു കൊണ്ട് നിശബ്ദമായി, സൗമ്യമായി, ശാന്തമായി ആ
അതിനെല്ലാം ചുക്കാൻ പിടിച്ചുകൊണ്ട് ഇത് നിയന്ത്രിച്ച് ഒരു ഉത്തമ കാര്യവിചാരകൻ എങ്ങനെ ചെയ്യണമോ ആ ഒരു ബോധ്യത്തോടു കൂടി എല്ലാം അതിന്റെ ഏറ്റവും വിശദമായ കാര്യത്തിൽ പോലും സൂക്ഷ്മതയോടെ താൻ തന്നെ അത് പരിപാലിച്ച് നയിക്കുവാൻ തക്കവണ്ണം കഴിവുള്ള ഒരു ഉത്തമ കാര്യവിചാരകനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കണക്കാക്കുന്നത്. അത് മാത്രമല്ല, അന്യാവശ്യമായ പാഠവുമുള്ള ഒരു നല്ല സംഘാടകനാണ്. അത് മലങ്കര സഭയുടെ പല രംഗത്തും ഓർക്കുവാൻ കഴിയുന്ന ഒന്നാണ്. ഇന്ന് നമുക്ക് പീരിമേറ്റിലുള്ള സ്ഥാപനം ഒരുപക്ഷെ കൈവിട്ടു പോകുവാനുള്ള സാധ്യത പ്രത്യേകം ഉണ്ടായിരുന്ന ആ സാഹചര്യത്തിൽ കേരള ദേവലോകത്തിൽ നിന്നുകൊണ്ട് അതിനുവേണ്ടി എല്ലാം പ്രവർത്തിച്ച് കർമ്മത്തിന് കീഴിൽ വെക്കുവാൻ തക്കവണ്ണോട് പ്രവർത്തിച്ച ഒരാളാണ്. നിശബ്ദമായിട്ടാണ് അദ്ദേഹത്തിന്റെ സേവനം ഒന്നും ആരും അറിയുവാനോ അറിയിക്കുവാനോ അദ്ദേഹം ശ്രമിക്കാതെ, അത് താല്പര്യമെടുക്കാതെ കത്തിന് പിന്നിൽ നിന്നുകൊണ്ട്, തിരിശീലിക്ക് പിന്നിൽ നിന്നുകൊണ്ട് ഈ സഭയ്ക്ക് വേണ്ടി പലരും ചെയ്യുവാൻ തക്കവണ്ണം കഴിഞ്ഞിട്ടുള്ള ഒരു സംഘാടകനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ ഓർക്കുന്നത്. അത് മാത്രമല്ല, ഇന്നിപ്പോ എല്ലാവരുടെയും മനസ്സിൽ, പ്രത്യേകിച്ച് ഇടുക്കി ജനങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ജനങ്ങളും വൈദികരും തമ്മിൽ ഇത്രമാത്രം താതാത്മ്യപ്പെട്ട് ഇഴുകിച്ചേർന്ന ഒരു അടമാരകൻ നമ്മുടെ സഭയിൽ വേറെ ഉള്ളോ എന്ന് സംശയിക്കത്തക്ക വിധത്തിൽ അത്രമാത്രം ഏതാണ്ട് 2 വർഷം തന്നെ ആകുന്നതേ ഉള്ളൂ. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തെ കവർന്നെടുത്ത ഒരു ഉത്തമനായ അടമാരകനാണ് അദ്ദേഹം. അത് സർവസാധ്യമായ ഒരു കാര്യമാണെന്ന് എനിക്കറിയാം. വലിയ പ്രഗത്ഭരായ ഡിഗ്രികളും മറ്റു പലതുമൊക്കെയുള്ള പല മേൽപ്പട്ടക്കാരും ഉണ്ടെങ്കിലും, പക്ഷേ അതിനേക്കാളൊക്കെയും വൈദികരുടെ സഹകരണവും അതുപോലെ ജനങ്ങളുടെ ആ ആത്മാർത്ഥമായിരിക്കുന്ന അവരുടെ സേവനവും പ്രയോജനപ്പെടുത്തി ആ പ്രതിലാസനത്തെ ഉയർത്തിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം അക്ഷീണമായി ശ്രമിച്ച ഒരു പുരോഹിതൻ, ക്ഷേത്ര പുരോഹിതൻ എന്ന നിലയിൽ അരപാലന ധർമ്മത്തിന്റെ മർമ്മം ശരിയായി ദൈവത്തിൽ നിറങ്ങൾക്ക് പരിഹാരവും വാങ്ങുവാനും കൈക്കൊള്ളുമാറാകട്ടെ. നൈർമല്യം താഴ്മ ശുചിത്വം മികവേറിയിടും പരിശീലനവും പൗരോഹിത്യത്തെ യോഗ്യം ഏവം നിന്റെ നാശത്തെ കുറിച്ച് എന്നെ അറിയിക്കുക. കണ്ടാലും നിന്റെ കൗതുകമുള്ള സ്വരൂപം കവറിനുള്ളിൽ നശിച്ചില്ലാതെയായി പൊടിമണ്ണായിത്തീരുന്നു. സ്നേഹമേറിയ കണ്ണുകൾ സൂര്യകാന്തി പോലെയായിരുന്നു. ഇപ്പോൾ മങ്ങി വളർന്നു